നടക്കും. അതിന് ജീവനും ചൈതന്യമുള്ളതാണ്. The miracles will happen in the word of God because it is active and it's living. അത് ഇരുവാട്ടിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. Because the word of God is sharper than any double-edged sword. ഇരുവാട്ടിലുള്ള വാളെന്ന് പറഞ്ഞാൽ എന്താണ്? The sword which has double edge. What does it mean? ഒരു അഭ്യാസിയായ ഒരു വ്യക്തി ആക്രമിക്കാൻ പോകും. A good fighter man, he went to fight with another person. അപ്പോൾ ആ വ്യക്തി ഒരു ബെൽറ്റ് വാളുമായിട്ടാണ് നടന്നത്. And that person came with a sword. It's a kind of belt. യാദൃശ്ചികമായി ഞാൻ ഇത് കാണുവാനിടയായി. Unexpectedly I saw that. അതിങ്ങനെ പിടിച്ചിട്ട് ബെൽറ്റ് കൂടെ ഇരിക്കും. And this warrior is holding this sword. It's just similar like a belt. അതിന്റെ രണ്ട് സൈഡ് വളരെ ഷാർപ്പാണ്. And the two edge of the sword is more sharper. ഈ സൈഡ് മുട്ടിയാലും കട്ടാവും, ഈ സൈഡ് മുട്ടിയാലും കട്ടാവും. Either of the side, if you prick it is more sharper. എവിടെ മുട്ടിയാലും കട്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. If the sword touch anywhere, there will be cut. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ. Similarly, when the word of God comes into your heart, അല്ലെങ്കിൽ നാം അത് വായിക്കുമ്പോൾ, otherwise if you read the word of God, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, when you share the word of God, കേൾക്കുന്നവർ മനസ്സാന്തരപ്പെടും, വായിക്കുന്നവർ മനസ്സാന്തരപ്പെടും. those who listen and those who read the word of God, there will be repentance. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. That is the speciality of the word of God. ഇരുവാട്ടിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. It is more sharper than the double-edged sword. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, If I say again, ഇന്നിവിടെ സംസാരിക്കുന്ന ഓരോ ദൈവവചനം നിങ്ങളോട് മാത്രമല്ല, എന്റെ ഹൃദയത്തിലൂടെ ഈ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Amen. The word of God that I am speaking not only to you, it is also speaking to me. അത് വലിയ രൂപാന്തരം വരുത്തുന്നതാണ്. It transforms the life. ഹൃദയത്തിൽ വരെ ഇറങ്ങി ചെല്ലുന്നതാണ്. It comes down to the heart. പോലും ശാസ്ത്രക്രിയ നടത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. Amen. It penetrates our thoughts and meditation. നമ്മെ ഒരു കാട്ടുമൃഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നാട്ടൊലിവായി മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന്. Amen. The word of God can transform the wild animals' behavior into the God's olive. ദുഷ്ടചിന്തകളിൽ നിന്ന് വേർതിരിച്ച് ദൈവിക ചിന്തകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനിടയായി തീരും. Amen. The word of God judges the thoughts and attitude and bring it to the God's word. ദൈവവചന ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു ഭാവത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയില്ല. If you have the word of in your heart, you cannot commit the sin. ഏത് ദുഷ്ടന്റെ തന്ത്രങ്ങളെയും ദൈവവചനത്തിലൂടെ ജയമെടുവാനിടയായി തീരും. Amen. Through the word of God, we can overcome and we can have the victory of the schemes and plans of the devil. പിശാച് പോലും പേടിക്കുന്ന ദൈവവചനത്തിന് മുന്നിലാണ് ഓർത്തുകൊള്ളുക. Even the devil is afraid of the word of God. ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയാണോ, ദൈവവചനം ചുമക്കുന്ന വ്യക്തിയാണോ, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ, നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് സാധ്യമല്ല. Amen. No enemy can destroy you if you meditate the word of God, if you read the word of God, if you accept the word of God. എല്ലാ പാരമ്പര്യ ബന്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. Amen. The word of God can break the bondages of your life. തലമുറകളായി കൈമാറ്റപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന്റെ വചനത്തിന് കഴിയുമെന്ന്. Amen. The word of God can deliver you from the disease which you are bear for a long time. ഇത് ലഭിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. Amen. From where you will get the word of God? From the church. ദൈവമേ അതിന് മഹത്വം കൊടുക്കുകയാണെങ്കിൽ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാനുള്ള വഴികളെ ദൈവം തുറക്കുവാനിടയായി തീരും. Amen. If you exalt the word of God, the ways the Lord will open. ദിനപ്രതി ജീവിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. Day by day that you will live with the word of God. എപ്രകാരമുള്ള ജീവിതം ആയിരിക്കും നമ്മുടെ ജീവിതം? How will be our life? Praise the Lord. Praise the Lord. ഒരു വ്യക്തി സഭയിൽ കടന്നു വന്നപ്പോൾ പ്രകാരം പറഞ്ഞു. One person when they come to the church, he said like this. പാസ്റ്റർ, സഭ വരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ആരാധിക്കുവാൻ സാധിക്കുന്നു. Pastor, when I come to the church, I can worship very well. എന്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹമുണ്ട് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരണം. I have a great desire to come and worship the God. പക്ഷേ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പല കൂട്ടുകെട്ട് എന്റെ ആത്മീയ ജീവിതം നശിച്ചു പോകും. But when I go back to my home due to some relationship, my spiritual life is go away. ഇന്ന് പകൽക്കാലം ഇന്ന് നമ്മുടെ മധ്യത്തിൽ പലരും അപ്രകാരമായിരിക്കുകയാണ്. Today, among some of the persons among us, they are just like that. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഒരു ദൈവത്തോട് സ്നേഹം. Only on Fridays they have a great love to the God. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ദൈവവചനം ധ്യാനിക്കുവാൻ ചെയ്യാൻ സമയമില്ല. Otherwise, they don't have the time to meditate or pray to the ഞാൻ God. പറഞ്ഞുകൊള്ളട്ടെ, നീ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Let me tell you that you are dying spiritually. ദൈവവചന പ്രകാരം നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. According to the word of God, you are dying spiritually. എങ്കിൽ മടങ്ങി വന്ന് ദൈവവചനത്തിൽ ശ്രദ്ധ ചെലുപ്പിച്ചാൽ But return and listen to the word of God. നിന്റെ ജീവനെ
പുതിയതായി ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. The word of God can make you live and active. നിന്റെ ചിന്താമണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. God can transform your thoughts and attitudes. അതിന് ജീവനുള്ളതാണ്. The word of God is living അതിന് ചൈതന്യമുള്ളതാണ്. and it's active. ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, If the presence of the God is in your നീ family, ജോലി ചെയ്യുന്ന മേഖലകളിലുണ്ടെങ്കിൽ, if the presence of the God in your workplace, നിന്നെ കാണുന്ന വ്യക്തി പറയും ഈ വ്യക്തി ആത്മീയനാണെന്ന്. the person, those who are looking into you, the neighbor can tell you he is a spiritual person. നമ്മുടെ ആരാധന മനുഷ്യരെ വിളക്കേണ്ടതിന് വേണ്ടിയല്ല. We are not worshipping to see other people. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുൻപിലാണ് നമ്മുടെ ഹൃദയം തുറക്കേണ്ടത്. We should open the heart in front of the God who is in heaven. നമ്മുടെ ആത്മീയ ജീവിതം മനുഷ്യരെ വിളക്കേണ്ടതിനല്ല. Our spiritual life is not to show the human. സ്വർഗ്ഗത്തിലെ അപ്പനും നിന്റെ ഹൃദയവുമായി ഒരു ബന്ധമുണ്ടാകണം. We need to have a relationship between the heavenly God and you. എങ്കിൽ നിന്റെ ഭവനത്തിൽ ചൈതന്യം ഉണ്ടാകും. If you do that, there will be an activeness in your നിന്റെ family. ഭവനത്തിൽ ലഹളയുണ്ടാകില്ല. Then there will be no നിന്റെ problems. ഭവനത്തിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകില്ല. Then there will be no jealousy in your നിന്റെ family. ഭവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് അടി പ്രശ്നങ്ങളുണ്ടാകില്ല. And there will be no fights or hatredness in your family. ഇതിനൊക്കെയും മറികടക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ സാധിക്കും. Amen. You can overcome all these adversaries through the word of God. പിശാചിന്റെ ഭവനത്തിൽ ജയമെടുക്കുവാൻ ദൈവം ഇവിടെ വരുത്തില്ല. And God will not allow you the devil to take over your family. ദൈവവചനത്തിന് ശ്രദ്ധ ജൽപ്പിക്കുന്നവരായി തീരട്ടെ. We have to give the attention to the word നമ്മുടെ of ഭവനത്തിൽ God. ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരായി തീരട്ടെ. We have to give more value to the word of God in our family. ആരും ഇതിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. If we do not give much more, എല്ലാ ദിവസവും അത് ഒരു വിഷയം പറഞ്ഞ് ഇപ്രകാരം ദൈവത്തിന് വേണ്ടി നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. sometimes if you are telling certain things and you are walking or doing certain things with the God, ഇതിന്റെ പുറകിൽ നിന്റെ പ്രവൃത്തി നന്നായി അറിയുന്ന ഒരുവൻ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മെ നോക്കുന്നുണ്ട്. behind that there is a one person who is looking into your action and deeds in the heaven. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും യേശുവിനെ ഉയർത്തുവാനിടയായി തീരണം. Amen. In our day-to-day life, in our walking, in our speaks, in our communication or deeds, we should exalt the God. ഒരു ചടങ്ങല്ല നമുക്ക് ആവശ്യമെന്ന്. We are not doing a certain things. ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. We need a thirst in our heart. എന്നത്തെ കുറിച്ചുള്ള ഒരു ദാഹം. What thirst you should have? ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു ദാഹം. You should have the thirst of the word of God. ദൈവവചനത്തിന് വേറെ പ്രത്യേകതയുണ്ട്. There's another specialty for the word of God. നാം അത് വായിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. I mean, we feel that the word of God is speaking to you when you read it. നമ്മോട് തിരിച്ചിടപെടുന്ന ഒരേ ഒരു ബുക്കേ ഉള്ളൂ, അതാണ് വിശുദ്ധ വചനം. Amen. There is only one book which can speak to you, that is only the Holy Bible. ആത്മഹത്യ ചെയ്യാൻ പോയവരെ പോലും തിരിച്ചുകൊണ്ടതാണ് ദൈവവചനം. The word of God who brought back a person who committed suicide. വലിയ ക്രിമിനലിനെ പോലും തിരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിച്ചതാണ് ദൈവത്തിന്റെ വചനം. The word of God who made a criminal to come back to the normal life. ദൈവമക്കളെ, നിങ്ങൾ അപ്രകാരം അല്ലെങ്കിലും നിങ്ങളോട് ദൈവം ഇടപെടും. If you are maybe you are not like that kind of person, but still the word of God can speak to you. ദൈവവചനം ധ്യാനിക്കുന്നവരായി തീരട്ടെ. You have to meditate the word of ദൈവവചനം God. വായിക്കുന്നവരായി തീരട്ടെ. You should read the word of God. ദൈവവചനം ജീവിതത്തിൽ പ്രവൃത്തിപര്യത്തിൽ കൊണ്ടുവരുന്നവരായി തീരട്ടെ. You should have the action, the word of God in your life. ദൈവത്തിന്റെ വചന ജീവനും ചൈതന്യമുള്ളതാണ്. The word of God is living and active. അത് ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധികളെയും വേർതിരിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാണ്. And it's sharper than any double-edged sword. It penetrates even to dividing soul and spirit, joints and marrow. ചിന്തകളെയും ഭാവങ്ങളെയും വേർതിരിപ്പിക്കുന്നതാണ്. It judges the thoughts and attitudes. Praise the Lord. Praise the Lord. ചിന്തകളെയും ഭാവങ്ങളെയും പോലും വേർതിരിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. The word of God, it judges the thoughts and attitude of your heart. നമ്മുടെ ചിന്തകൾ പോലും മാറ്റി എഴുതുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. Even the word of God can transform your thoughts. ഇന്ന് എത്ര പേർ ദൈവത്തിന്റെ വചനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നു? How many of you can understand the value of the word of God? Praise the Lord. Praise the Lord. 1 കൊരിന്ത്യർ 1:18 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. 1 Corinthians 1 verses 18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is the power of God. അത് നശിച്ചു പോകുന്നവർക്ക് പോഷകമാണ്. Amen. Those who are perishing, the word of God is the foolish thing. എന്ന് പറഞ്ഞാൽ ഇതിനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് അത് പോഷകമായിട്ട് തോന്നും. Amen. Those who are against the word of God, they may feel it's a foolish thing.
എങ്കിൽ രക്ഷിക്കപ്പെട്ട അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവന്ന ഓരോ വ്യക്തികൾക്കും അതൊരു അനുഗ്രഹമാണ്. Amen. But who is saved, who are being saved, is the power of God. എത്ര പേർക്ക് ആ ഒരു അനുഗ്രഹം ആവശ്യമുണ്ട്? How many of you need a blessing from the അത് God? സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ്. And this is a blessing from the heaven. അത് സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന And അനുഗ്രഹമാണ്. this is a blessing from the അത് heaven. നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. And it's an everlasting ഈ blessing. ദൈവത്തിന്റെ വചനം ചുമന്നാൽ ദൈവം നിന്നെ ചുമക്കുവാനിടയായി തീരും. If you bear the word of God in your life, the God will take care of നീ you. വചനപ്രകാരം നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം നിൽക്കുവാനിടയായി തീരും. Amen. If you stand for the word of God, the God will stand for you. ദൈവമക്കളെ, നമ്മുടെ ദൈവം സർവശക്തനാണ്. Oh my dear children of the God, the God is the Almighty God. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഡോക്ടർ ജൂണയുടെ ഒരു സാക്ഷ്യം കേട്ടു. When I come here, I heard a testimony of Brother Dr. Jonah. ഒരു ദിവസം ഒരു കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് എതിരായി ചില ഫോട്ടോസ് എടുത്ത് മുതിർലെ വിളിച്ച് കാണിച്ചു. One day, the colleagues, he took some photos of his colleagues and showed to the Mudir. പലരും പറഞ്ഞു നിനക്ക് എതിരായിട്ടാണ് ഇത് പ്രവർത്തിച്ചത്. And many people told that it's working against you. പക്ഷേ അതിന് മറുപടി ലഭിച്ചത് ഈ ഫോട്ടോ എടുത്ത വ്യക്തിയെ മുതിർ ഷൗട്ട് ചെയ്തു. Finally, the Mudir shouted to the colleague who took the photographs. ദൈവം എത്ര വലിയവനാണ്. The God is a great God. ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം നിൽക്കില്ലേ? If you stand for the God will fight for you. ഇതുപോലൊരു സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയുവാൻ കാണും. You may have the testimony like this. എത്ര പേർ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദിനംപ്രതി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. How many of you are praising the God, the ways that God has led you? ചിലപ്പോൾ ശത്രു നമുക്കായി എതിരായി ശക്തിയോട് അമ്പുകളെ വിടാം, എങ്കിലും അവന് തന്നെ ശാപമായി മാറും. I mean, many times the devil may put the arrows upon you, but it will come back this arrow to the devil. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. No one can destroy the person who is prayerful. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. No one can destroy the person who is stand for the God. ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. No one can destroy the person who is living for the word of God. ഭൗതിക ജീവിതമായിക്കൊള്ളട്ടെ, ആത്മീയ ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, The life may be the spiritual or physical or your day-to-day life. അത് നിനക്കൊരു അനുഗ്രഹമായി മാറും. The word of God will be a blessing in your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കി You bring the word of God into your life. ദൈവവചനത്തിന് വേണ്ടി ഒന്ന് നിൽക്കുവാനിടയായി തീരട്ടെ. Try to stand for the word of God. ദൈവഹിതമില്ലാത്ത വഴികളിൽ നിന്ന് മാറി നടന്നേ. You should go away from if there is no word of God. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. Then you will see the action of the God in our അത് life. ഇതുവരെ നിന്നു പോയിട്ടില്ല, ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. And the work of the God is not stopped and is still continuing. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാനിടയായി തീരും. God will work for us. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിയോടും. When the God stands for us, the enemy will flee away. മനുഷ്യരെ നോക്കരുത്. You should not look into the human കൂട്ടുകാരെ being. നോക്കരുത്. Don't look into the friends. ജോലി ചെയ്യുന്നവരെ നോക്കരുത്. Don't look into your colleagues. ദൈവത്തിന്റെ വഴി അത് ഓരോരുത്തരും സെപ്പറേറ്റ് ആണ്. The calling of the God is separate for each ചിലപ്പോൾ one of കൂടുതലുള്ള us. വ്യക്തി വചനം ധ്യാനിക്കുന്ന വ്യക്തിയായിരിക്കില്ല. Maybe the person who is superior than them will ചിലപ്പോൾ not be പ്രാർത്ഥിക്കുന്ന able to- and വ്യക്തിയായിരിക്കില്ല. they may not prayerful ചിലപ്പോൾ person. ദൈവവചനത്തിന് മറുതലിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. Sometimes they are against the word of God. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ ഇപ്രകാരം പറഞ്ഞ ദൈവത്തിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. That is why the Corinthians tells like this, the foolishness for those who are perishing, അവരുടെ യാത്ര നിത്യാഗ്നിയിലേക്കാണ്. and they are moving to the everlasting എങ്ങനെ fire. വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ But if you are following the word of God, നിന്റെ യാത്ര നിത്യാഗ്നിയിലേക്കല്ല, നിത്യ സ്വർഗത്തിലേക്ക് then വേണ്ടിയാണ്. you will reach into the everlasting heaven. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ ദൈവം പോയിരിക്കുകയാണ്. The God is making a mansion for you. നമുക്ക് സ്ഥലമൊരുക്കിയിട്ട് അവർ വീണ്ടും മടങ്ങി And വരും. once He prepared the mansion, He will come back to എന്തിനു you. വേണ്ടിയാണെന്ന് അറിയാമോ? For you know why He is coming back? ദൈവവചനത്തിന് വേണ്ടി വില കൊടുക്കുന്നവരെ ചേർക്കുവാൻ. To bring you, to take you, those who are giving the price for the word of God. ചേർക്കുവാൻ. To take those who stand for the word of തന്റെ God. പ്രിയമക്കളെ ചേർക്കുവാൻ. To bring His own children. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. The God's coming is very soon. എത്ര പേർക്ക് ഹൃദയങ്ങളിൽ അതേ ചോദ്യം ചെയ്യുവാൻ സാധിക്കും? How many of you can see and examine your heart? മനുഷ്യന്റെ വിളകിടുന്നതല്ല, സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതിന്. You have to reach unto the heaven. അതേ നരകത്തെ ആദ്യാദ്യ സ്വർഗം നിറയ്ക്കേണ്ടതിന്. We have to fill the heaven, not the hell. ദൈവമക്കളെ, നമുക്കതിനു വേണ്ടി ജീവിക്കാം. For that we have to live. നമ്മുടെ ചിന്തകൾക്ക് ഒരു വ്യത്യാസം വരട്ടെ. We should need a change in our നമ്മുടെ thoughts. പ്രവൃത്തിക്ക് ഒരു വ്യത്യാസം വരട്ടെ. There should be some changes in the ജീവൻ action. ശരീരമുള്ള ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി For the word of God which is living and active. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് We ഏൽപ്പിക്കാം. can submit ourselves into the hands of നമ്മുടെ God. കണ്ണുകളെ അടയ്ക്കാം. We
can close our eyes. അല്പസമയം പ്രാർത്ഥിക്കാം. We can pray for a ദൈവം while. ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. Lord, we are submitting into your hands. സഭയായി ഏൽപ്പിക്കുകയാണ്. As a church, we are submitting. കുടുംബമായി As ഏൽപ്പിക്കുകയാണ്. a family, we are കുഞ്ഞുങ്ങളെ submitting. ഏൽപ്പിക്കുകയാണ്. Submitting the children. ദൈവമേ ഞങ്ങളുടെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Lord, help us to meditate the word of God. അന്യത്തോളം അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണം. Lord, help us to stand for you only, Lord. അധികമായി ദൈവവചനത്തെ വളർത്തണമേ അപ്പാ. Lord, grow us in the word of God. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ അതേ സഹപാഠികളെ, ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രാണസഖികളെ, ഞങ്ങളുടെ മാതാവിനെ, പിതാവിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Lord, we are submitting our children, our husband, wife, parents and families and the relationship, everything we are submitting you, Lord. ഇതുവരെ ഈ ദൈവസന്നിധിയിൽ കടന്നു വരാതെ ഹൃദയം കൊടുക്കാതിരിക്കുന്നവരോട് ദൈവം ഇടപെടണമേ. Lord, you speak to the people, those who are not yet saved. ഞങ്ങൾ അറിയുന്ന കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. We knew that your coming is very soon. ദൈവവചനം മൊത്തവും നിവൃത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. And the word of God is fulfilling it. ലോകസംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. And the signs we can see in this world. കൈവിട്ടു പോകുവാനുള്ള വ്യക്തതയാണ്. Lord, let them be saved. വിശ്വാസത്തിൽ കൃപയിൽ നിർത്തണമേ. Lord, help us to stand in your grace and കർത്താവിന്റെ faith. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. We are submitting into your mighty hand, Lord. യേശുവിന്റെ നാമത്തിൽ In തന്നെ. the mighty name of Lord Jesus Christ. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. എന്തു നൽകും